ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മൈൻഡ്സ്. ഹൃദയപൂർവ്വം സിനിമ കണ്ടു. ലാലേട്ടന്റെ ഹൃദയപൂർവ്വം, സത്യൻ അന്തിക്കാടിന്റെ ഹൃദയവും. ഇത് പറയുന്ന പോലെ തന്നെ ഇതിന്റെ ഒരു കോംബോ ആണ് ഈ മൂവി. ലൈക്ക് ഇതിന്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലാണ് ഈ മൂവി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ മൂവിയിൽ കയറുമ്പോൾ തന്നെ അതിന്റെ ആ ഫ്ലേവർ നമുക്ക് മനസ്സിലാവും. ആ സിംപ്ലിസിറ്റി, ആ ഹ്യൂമർ, സത്യൻ അന്തിക്കാടിന്റെ എല്ലാ മൂവിയിലുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റൈൽസ് ഈ മൂവിയിൽ ത്രൂ ഔട്ട് തന്നെയുണ്ട്. ബട്ട് നിങ്ങൾ പഴയ സത്യൻ അന്തിക്കാട് ലാലേട്ടൻ കോംബോ ആണ് പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഡിസപ്പോയിന്റ്മെന്റ് ആവാൻ സാധ്യത കൂടുതലാണ്. ബിക്കോസ് ഇതൊരു പ്ലെയിൻ സ്റ്റോറിയാണ്. ലൈക്ക് ഒരു ഓവർ ദ ടോപ്പ് സീൻസ് ഇല്ല, ഒരു ഹൈപ്പ് സീൻസും അതായത് ലോ ലെവൽ സീൻസും ഇല്ല, ഒരു മിഡ് ലെവലിൽ തന്നെ പോകുന്ന ഒരു മൂവിയാണ് ഈ മൂവി. ഫാമിലി ആയിട്ട് പോയ ഈ മൂവി ഭയങ്കര ലൈക്ക് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് ഓൾഡ് പേഴ്സൺസിനും കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു 25 to 30 ഉള്ളിലുള്ളവരാണെങ്കിൽ കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് ആവാൻ സാധ്യതയുള്ള ഒരു മൂവിയാണത്. ബിക്കോസ് ഓഫ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മിഡ് ലെവൽ മൂവിയാണ്. ഒരു പ്ലെയിനിൽ ഇങ്ങനെ ഒരു മിഡ് ലെവൽ ഇങ്ങനെ പോയിക്കൊണ്ട് ഒരു ഹൈപ്പ് ഇല്ലാത്ത ഒരു അങ്ങനെ ഒരു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. ഓക്കെ, നമുക്ക് കാസ്റ്റിനെ കുറിച്ച് പറയാം. ഒബ്വിയസ്ലി ലാലേട്ടൻ, സംഗീത്, സിദ്ദീഖ്, മാളവിക, ഇവരൊക്കെയാണ് ലീഡ് റോൾസ്. സംഗീതും സിദ്ദിഖിന്റെയും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. എസ്പെഷ്യലി ലാലേട്ടന്റെ കൂടെയുള്ള കോംബോസ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അവർ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സംഗീതിന്റെ റോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രേമലു പോലത്തെ ഒരു റോളല്ല. ലൈക്ക് പ്രേമലുത്തെ കോമഡി പോലെ ഇതിൽ ക്ലിക്ക് ആയിട്ടില്ല അധികം കോമഡീസ്. ബട്ട് സ്റ്റിൽ ഹി ഹാസ് ഡൺ എ ഗുഡ് ജോബ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കുറഞ്ഞ പോലെ തോന്നും, അതല്ലാതെ പെർഫോമൻസിന് ഒരു കുറവില്ല. പിന്നെ ലാലന്റെ ലുക്സിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഈ താടിയുടെ ഒരു ഇഷ്യൂ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ താടി കുറച്ച് ട്രിംഡ് ആണ്, എന്നാലും ആ പഴയ ചിരി, പഴയ ആ ചന്തം, പിന്നെ ഒരു ഫ്രഷ് ലുക്കാണ് പുള്ളിക്ക്. പിന്നെ ഈ മൂവിയിൽ കുറെ സർക്കാസ്റ്റിക് ജോക്സ് ഉണ്ട്. അത് നമുക്കൊരു ടിപ്പിക്കൽ മലയാളികൾക്ക് ഭയങ്കരമായിട്ട് ക്ലിക്ക് ആവും, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. അതാ ഞാൻ പറഞ്ഞത്, ചില സീൻസ് ഭയങ്കര കുറച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ചില സീൻസ് നമുക്ക് ഒന്നും അങ്ങനെ കോമഡീസ് ഒന്നും ലാൻഡ് ആവാത്ത പോലെ തോന്നും. അത് തന്നെയാണ് ഈ മൂവിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയാനുള്ളത്. സോ ഓവറോൾ ഹൃദയപൂർവ്വം ഒരു വാച്ചബിൾ മൂവിയാണ്. ഓവറോൾ ഹൃദയപൂർവ്വം ഒരു വാച്ചബിൾ മൂവിയാണ്. നമുക്കൊരു സിനിമ പോയി കാണുക, അത് പോയി ഇല്ലെങ്കിൽ നമ്മൾ ചില ഹുക്ക് സീൻസ് ഉണ്ടാവും, ആ സീന് കണ്ടാൽ നമ്മൾ ത്രൂ ഔട്ട് ദ മൂവി ഫുള്ളായി ഇരുന്ന് കാണുന്ന പോലെയുള്ള സിനിമയല്ല ഇത്. നമ്മളൊരു സിനിമ, നമുക്കൊരു ടൈം പാസിന് ഒരു സിനിമ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ ചില സിനിമകളുണ്ട്, നമ്മൾ ഒരു സീന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സീന് കണ്ടിട്ട് നമുക്ക് ആ സിനിമ ഫുള്ളായി കാണാൻ തോന്നും. അങ്ങനെയുള്ള സീൻസ് ഒന്നും ഈ സിനിമയിൽ ഇല്ല. പിന്നെ അധികം എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് വന്ന മൂവിയാണ്, അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. ഇതൊക്കെയാണ് ഈ മൂവിനെ കുറിച്ച് എന്റെ അഭിപ്രായം. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സും കമന്റിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ റിംഗ് ചെയ്യുക. ഇതുപോലുള്ള റിവ്യൂസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.